സംഗീത സംവിധായകൻ മഹേന്ദ്രനും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം. ഈ കുടുംബം ജീവിതത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളെയായിരുന്നു അന്നേ ദിവസം കോടതി മുറിയിൽ നേരിട്ടത്. കൊലപാതക കേസിൽ പ്രതിയായി അമ്മ ഭദ്ര മഹേന്ദ്രൻ, എതിർഭാഗം സാക്ഷിയായി മകൾ അപർണ. സ്നേഹാന്തരീക്ഷം നിറഞ്ഞു നിന്ന ആ കുടുംബത്തിൽ ഇത്രയേറെ ദുരന്തങ്ങൾ പെയ്തിറങ്ങിയത് എങ്ങനെയാണ്? അതറിയാൻ കുറച്ചു നാളുകൾ പിന്നിലേക്ക് പോകണം. ഒരാൺ സുഹൃത്തുമായി വീട്ടിൽ സംസാരിച്ചിരുന്ന അപർണയെ ഭദ്ര വഴക്ക് പറയുന്നിടത്തു നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. അമ്മയുടെ പെരുമാറ്റത്തിൽ സുഹൃത്ത് അപമാനിതനായത് അപർണയെ വേദനിപ്പിച്ചു. അത്തരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പതിവുള്ള വീട്ടിൽ അതിന്റെ പേരിൽ ആരോടും പറയാതെ അപർണ വീട് വിട്ടിറങ്ങി. കുടുംബാംഗങ്ങളെ കുറച്ചു സമയം പരിഭ്രാന്തിയിലാക്കുന്ന അപർണ അമ്മ സുഹൃത്തിനോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ തിരിച്ചു വീട്ടിൽ കയറൂവെന്ന് വാശി പിടിക്കുന്നു. ഭദ്ര ക്ഷമ പറയുന്നതോടെ തൽക്കാലം അന്തരീക്ഷം ശാന്തമാകുന്നു. എങ്കിലും മകളുടെ സ്വഭാവത്തിൽ കൂടുതൽ അസ്വസ്ഥയാകുന്ന ഭദ്ര ഉടനെ തന്നെ അപർണയുടെ കല്യാണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. തന്റെ സഹോദരനും ബാറുടമയുമായ മുകുന്ദന്റെ മകൻ നിഖിലാണ് ഭദ്ര കണ്ടെത്തുന്ന വരൻ. അപർണയുടെ വിസമ്മതം കാര്യമാക്കാതെ കല്യാണാലോചന ഭദ്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു. തന്റെ പ്രിയ സുഹൃത്തും മഹേന്ദ്രന്റെ മരിച്ചുപോയ സഹോദരന്റെ മകളുമായ മീനാക്ഷിയോട് അപർണ തന്റെ മനസ്സ് തുറക്കുന്നു. മഹേന്ദ്രന്റെ പ്രിയപ്പെട്ട ശിഷ്യനും യുവസംഗീത വിദ്യാർത്ഥിയുമായ ജൂഡ് സേവ്യറുമായി അവൾ പ്രണയത്തിലാണ്. ആ വിവരമറിയുന്ന മീനാക്ഷി അപർണയ്ക്ക് വേണ്ടി ഭദ്ര ആലോചിച്ച നിഖിലിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണ് താനെന്ന വിവരവും അപർണയോട് തുറന്നു പറയുന്നു. മീനാക്ഷിയുടെ അമ്മയും നർത്തകിയുമായ ശ്രീദേവി ഈ വിവരങ്ങൾ അറിയുന്നു. അവരിൽ കടുത്ത ഞെട്ടലുണ്ടാക്കുന്ന രഹസ്യങ്ങളാണത്. തൽക്കാലം മഹേന്ദ്രനെ ഒന്നും അറിയിക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും അപർണയും ജൂഡുമായുള്ള സ്നേഹബന്ധം മഹേന്ദ്രൻ അറിയാനിടവരുന്നു. ജൂഡിനെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന മഹേന്ദ്രന് ആ സ്നേഹത്തിന് എതിര് നിൽക്കാനാകുന്നില്ലെങ്കിലും ഭദ്രയ്ക്ക് ഒരിക്കലും ആ വിവാഹം ഉൾക്കൊള്ളാനാകുന്നില്ലെന്ന വസ്തുത അയാളെ വിഷമവൃത്തത്തിലാക്കി. ബാംഗ്ലൂരിൽ നിന്ന് വന്ന നിഖിലിനെ കാണാനെത്തുന്ന അപർണയെ സഹോദരിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന നിഖിലിനോട് ജൂഡിനോടുള്ള തന്റെ ഇഷ്ടത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന അപർണ ഇനി വല്ല ബാംഗ്ലൂർ വൈറസ് അറ്റാക്ക്? ബാംഗ്ലൂർ? ഇല്ലില്ല. പിന്നെ ഒരിഷ്ടമുണ്ട്, അത് സത്യ. അങ്ങനെ പറ. അല്ല, ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളതാണോ? ഈ ലൊക്കയിലൊക്കെ ഉള്ള? നിങ്ങൾ ഈ കാര്യം പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം ചാറ്റ് ചെയ്യാറുണ്ടല്ലേ? നീ എന്തായി പറഞ്ഞു വരുന്നേ അപ്പു? ഈ പഠിത്തം MBBS ഒക്കെ പോലെ അല്ലേ? അപ്പു, നീ അത് വിട്ടുകളാ. പഠിക്കുന്ന സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞാ എക്സാക്ട്ലി ഇവിടെയൊക്കെ തന്നെ, റൈറ്റ്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പൊ കക്ഷി ഇവിടെ ലാൻഡ് ചെയ്യിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഐ വിൽ കോൾ ഹർ. അപ്പോ നീ ഇതാരെയാ വിളിക്കുന്നേ? ഹലോ, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്, ഈ കോഫി ഷോപ്പിനടുത്ത്. നീ പെട്ടെന്ന് വാ, വന്നിട്ട് പറയാം. ഓക്കെ. അപ്പോ നീ ഇതാരെയാ വിളിച്ചേ? പറയാം. സാറ് പ്രതീക്ഷിക്കുന്ന പേര് തന്നെയാ. പ്രശസ്ത നർത്തകി ശ്രീദേവിയുടെ ഒരേ ഒരു മകൾ എസ് മീനാക്ഷി. നിഖിലേട്ടോ, ഇവളിങ്ങനെ ഇരിക്കും, പക്ഷേ ആള് പുലിയാ. എങ്കിലും സ്വന്തം ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം വന്നപ്പോ സാക്ഷാൽ എലിയുടെ സ്വഭാവം കാണിച്ചെന്നേ ഉള്ളൂ. എന്തിനാ ഇവളെ മാത്രം കുറ്റം പറയുന്നേ? രണ്ടുപേരും പറ്റിയ പാർട്ടികളാ. ഒരു പാലം പണിയാൻ ഞാൻ തന്നെ വേണ്ടി വന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിന്നേനെ. രണ്ടുപേരും അക്കരെ ഇക്കരെ. അപ്പോ നീ വിചാരിക്കുന്ന പോലെ അല്ല. ഓ, എന്റെ നിഖിലേട്ടാ,
ഞാൻ ഇരിക്കുന്നു എന്ന് കരുതി ഇങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും കാണിക്കല്ലേ. രണ്ടുപേരും മാത്രമായിട്ടൊന്ന് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണ്ടേ? ഇപ്പൊ തന്നെ ശരിയാക്കിയേക്കാം. വണ്ടി നേരെ വിട്, ബീച്ചിലോട്ട്. എന്താ മീനു? അപ്പൊ വണ്ടി വിട്ടോ. അപ്പോൾ സമയം തന്നേക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സംസാരിക്കുക, കാര്യങ്ങൾ തീരുമാനിക്കുക, തീയതിയും തീരുമാനിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് വരാം. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ അറിയിക്കണ്ടേ? പാവം ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളങ്ങോട്ട് ചെല്ല് മീനു. എന്നാ ഇറങ്ങിക്കോ. ജൂഡ്, അപ്പു വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. അവള് തെറ്റിദ്ധരിച്ചതായിരിക്കും. ആ പെൺകുട്ടി ഞാനായിരിക്കില്ല അല്ലേ? എനിക്ക് വേണമെങ്കിൽ കള്ളം പറയാം. കള്ളം പറയുന്നതായിരിക്കും ചിലപ്പോൾ ഇവിടെ ശരി. പക്ഷേ മീനാക്ഷിയുടെ കണ്ണുകളിൽ നോക്കി കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ അപ്പുവിനോട് പറഞ്ഞത് അത് മീനാക്ഷി തന്നെ ഉദ്ദേശിച്ചു മാത്രമാണ്. എനിക്ക് ഇഷ്ടമാണ് മീനാക്ഷി. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു മാരേജ് അതെൻ്റെ മനസ്സിലേ ഇല്ല. അങ്ങനെ ഒന്നിന് ഞാനൊട്ടും പ്രിപ്പയർഡുമല്ല. പ്രിപ്പയർഡ് അല്ലെന്ന് പറഞ്ഞ അത് ചോദിക്കരുത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതുമാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്കതിനുള്ള അവകാശമില്ല മീനാക്ഷി. അങ്ങനെ ഞാൻ ചെയ്താൽ അത് എന്നോടും മീനാക്ഷിയോടും ചെയ്യുന്ന തെറ്റായിരിക്കും. പ്ലീസ് പ്ലീസ് നിഖിലേട്ടാ, എനിക്കതറിയണം. എന്താ അതിൻ്റെ കാരണം? മീനാക്ഷി, ഞാൻ അതറിയാതെ പോവാന്ന് പറഞ്ഞ ഇറ്റ്സ് സോ പെയിൻഫുൾ. എനിക്കത് പറ്റില്ല. ഇറ്റ് കിൽസ് മീ. പ്ലീസ്.
ലോകത്തിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടേ മെഡിക്കൽ കോളേജ് വെച്ച് തന്നെ കാണണം, അവിടെ വെച്ച് തന്നെ സംസാരിക്കണം. മീനാക്ഷി അവിടെയാണല്ലോ, അപ്പോഴല്ലേ സംഭവം പിടികിട്ടിയേ. ചിലപ്പോൾ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതായിരിക്കും, ആർക്കറിയാം. എന്താ അതുറപ്പല്ലേ? നിഖിലേട്ടനും കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും അതൊരു ധൈര്യമാവും. അയ്യോ ഇല്ല ചായ, അവര് സംസാരം ഇപ്പോഴൊന്നും നിർത്തുമെന്ന് തോന്നുന്നില്ല. അതല്ലേ ഞാനിങ്ങ് മാറിയത്. ഇത്രയും നാളും പറയാതെ മാറ്റിവെച്ച ഫീലിങ്സ് ഒക്കെ വലിച്ചു വാരി ഇടണ്ടേ, എന്നിട്ടതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യണ്ടേ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ആ കഴിഞ്ഞു തോന്നുന്നു, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്താടാ, എന്തു പറ്റി? സംസാരിച്ചപ്പോഴേ ഉടക്കിയോ? നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ? എന്താടാ, എന്തു പറ്റി? നിഖിലേട്ടന്റെ മനസ്സിലുണ്ടായിരുന്ന ആ കുട്ടി അത് നീ തന്നെയല്ലേ? അതെ, അത് ഞാൻ തന്നെ. പക്ഷേ പിന്നെന്താ കാര്യം? പറയാം. മീനു എന്താടാ? നിഖിലിൻ്റെ ഈ പ്രാവശ്യത്തെ വരവിൽ നിനക്കെന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? മാറ്റമുണ്ട്, പക്ഷേ മെഡിക്കൽ കോളേജിൽ വെച്ച് കാണാമെന്ന് പറയുന്നതും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എല്ലാത്തിനും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാരണമുണ്ട്. എന്താടി? ഹീസ് എ ലിംഫോമ പേഷ്യൻ്റ്. ലിംഫോമ? ലിംഫോമ ഒരു ക്യാൻസറാണ്. ക്യാൻസറോ? ട്രീറ്റ്മെൻറ്റില്ല. 3-4 മാസമായി. ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റായി. ഡോക്ടേഴ്സ് 50-50 ചാൻസാണ് പറയുന്നത്. നിഖിലിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം നടക്കില്ല. അങ്ങനെ പറഞ്ഞാൽ മതി നീ വല്യമ്മയോട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിഖിൽ മാനേജ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അല്ലാതെ ഈ അസുഖത്തിൻ്റെ കാര്യം നിഖിലിൻ്റെ വീട്ടിൽ ആരും അറിയാൻ ഇടവരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിഖിൽ പറഞ്ഞു.
എല്ലാം ഓൾഡ് ഫാഷൻ ആണെന്നേ ഉള്ളൂ. പക്ഷെ കലർപ്പില്ലാത്ത സ്വർണ്ണ. ഈ ഇലക്കത്താലിയെ എനിക്ക് ചിറ്റൂരെ ചെറിയമ്മ തന്നതാ. അന്നൊക്കെ ഇത് വലിയ ഫാഷനായിരുന്നു. ഇനി അവള് തീരുമാനിക്കട്ടെ ഇതൊക്കെ മാറ്റി പണിയണോ വേണ്ടയോന്ന്. പുതിയ മോഡലൊക്കെ ആക്കിയാലും അവൾ ഇതൊന്നും ഇട്ടോണ്ട് നടക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാ. ആ അവള് വന്നു തോന്നുന്നു. ഏട്ടൻ പോയെന്ന് നോക്കിയേ. എന്തായി മോളെ? എന്തായി മോളെ? സംസാരിച്ചോ? സംസാരിച്ചു. ആഹാ, പിള്ളേര് കൂടി ചേർന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ച് മട്ടുണ്ടല്ലോ. കേട്ടോ മഹേട്ടാ, നിഖിലിനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ മടി കാണിച്ച ആളാ. ഇപ്പൊ പോയിട്ട് മണിക്കൂർ എത്രയായി? വാ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്ത് ചോദിക്കാൻ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ കല്യാണം വേണ്ട വേണ്ടാന്ന്. എന്നിട്ടിപ്പോ നിഖിലേട്ട് നീ കല്യാണത്തിന് താല്പര്യമില്ല. എന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞു. സമാധാനായല്ലോ അമ്മയ്ക്ക്. മീനാക്ഷിയും നിഖിലേട്ടനും തമ്മിലുള്ള മാരേജ്. വാ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്ത് ചോദിക്കാൻ? അമ്മയ്ക്ക് എന്നെ അപമാനിക്കണം ഒറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ. അപമാനിക്കാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ കല്യാണം വേണ്ട വേണ്ടാന്ന്. എന്നിട്ടിപ്പോ എന്ത് പറ്റി? നിഖിലേട്ട് നീ കല്യാണത്തിന് താല്പര്യമില്ല. എന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞു. സമാധാനായല്ലോ അമ്മയ്ക്ക്. മഹേട്ടാ, എന്താ ഇതൊക്കെ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഭദ്ര, ഇത് വേണ്ട, ഇത് ശരിയാവില്ലെന്ന്. ഞാനൊന്ന് ഏട്ടനെ വിളിക്കട്ടെ. മോളെ, അവൻ ശരിക്കും അങ്ങനെ പറഞ്ഞു? നിന്നെ മാരി ചെയ്യാൻ അവൻ ഇഷ്ടമില്ലെന്ന്? അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അപ്പൊ പിന്നെ വീണ്ടും പ്രശ്നമാവില്ലേ? അപ്പൊ ഭദ്രൻ നിഖിലിനോട് ചോദിച്ചാൽ അവനുള്ളത് പറയില്ലേ? പക്ഷേ നിഖിലേട്ടന്റെ പെർമിഷനോട് കൂടി തന്നെയാ ഞാനിത് പറഞ്ഞത്. അച്ഛനതിനെ പേടിക്കൊന്നും വേണ്ട. എന്താ പോ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? നിഖിലേട്ടന് ഇഷ്ടോ അച്ഛ? ഒരുപാട് ഇഷ്ടോ. പക്ഷേ അതെന്നെയല്ല, മീനാക്ഷിയെ, നമ്മുടെ മീനുവിനെ. അപ്പൊ മീനുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് അത് ശരിയായിരുന്നല്ലേ? പറഞ്ഞില്ലായിരുന്നെങ്കിലും ആ ഇഷ്ടം രണ്ടുപേരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നാണല്ലേ? മീനു അവളുടെ ഇഷ്ടം അത് നടക്കാൻ പോകുന്നെന്നറിയുമ്പോ അവൾ ശരിക്കും സന്തോഷിക്കേണ്ടതാ. പക്ഷെ അളിയനും നിർമ്മലയും അതല്ലേലും നടക്കില്ല അച്ഛാ. മീനാക്ഷിയും നിഖിലേട്ടനും തമ്മിലുള്ള മാരേജ് അത് നടക്കില്ല. നടക്കില്ലെന്നോ? അതെന്താ? അച്ഛൻ ഇത് ആരോടും പറയരുത്. നിഖിലേട്ടനൊരു അസുഖമുണ്ട്. അസുഖോ? എന്താ അസുഖം? ഇറ്റ്സ് എ സീരിയസ് വൺ. ലിംഫോമ. ലിംഫോമ? അതെ അച്ഛാ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ. ലിംഫോമ? അവനെങ്ങനെ?
ഹീസ് എ ഹെൽത്തി ബോയ്. ഡയഗ്നോസിസ് ചെയ്തിട്ട് 3 months ആയതേ ഉള്ളൂ. ട്രീറ്റബിൾ ആണ് ഇപ്പോഴും. ബട്ട് ദർ ഈസ് റിസ്ക്. അപ്പോൾ ഇത് അളിയനും നിർമ്മലിക്കൊന്നും അറിയില്ലേ? ഇല്ല, ആർക്കും അറിയില്ല. അതെന്താ അറിയിക്കാത്തെ? അത് നിഖിലേട്ടൻ്റെ നിർബന്ധമാണ്. ആരും അറിയരുതെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു മാരേജിന് നോ ഫോണിൽ കൂടി പറഞ്ഞ ഞാൻ ഹേർട്ടായാലോന്ന് വിചാരിച്ചിട്ടാ. അതാ നിഖിലേട്ടൻ തന്നെ നേരിട്ട് വന്നത്, എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ, കൺവിൻസ് ചെയ്യാൻ. മീനാക്ഷി ഇതറിഞ്ഞോ? അറിഞ്ഞു. അവളും വലിയ ഷോക്കിലാ. തൽക്കാലത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നു. പക്ഷേ ഇതിങ്ങനെ വേണ്ടായിരുന്നു. ആരോ പറഞ്ഞ് അവനെ തിരിച്ചിട്ടുണ്ട്. എനിക്കത് ഉറപ്പാ. നിന്റെ മോളുടെ കൂടെയുള്ള ജീവിതത്തിന് തല വെച്ച് കൊടുത്തിരുന്നെങ്കിലേ എനിക്ക് അവനോടൊരു പുച്ഛം തോന്നിയാനേ. ഇതിപ്പം മനസ്സിലായി, അവൻ എൻ്റെ മോനാ, അവൻ മിടുക്കനാ. എൻ്റെ മകൻ്റെ മനസ്സ് മാറിയത് എങ്ങനെയാണെന്ന് അറിയാനാണോ ചാടി പുറപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത്? അതെനിക്കറിയാൻ മോന്തേട്ടാ. എല്ലാം ഒരു കരയ്ക്കടുത്തൊന്നും പറഞ്ഞ് ഞാൻ ആശ്വസിച്ചിരുന്നതാ. എന്നിട്ടിപ്പോ ഭദ്രേ, ഒരു 100 ആവർത്തി നിന്നോട് ഞാൻ പറഞ്ഞു, നല്ലതിനായിക്കോട്ടെ ചീത്തയ്ക്കായിക്കോട്ടെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരിടപെടലും ഉണ്ടാവില്ല എന്നു. അവൻ്റേതാണ് അവസാന വാക്ക്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോന്തേട്ടാ? എന്റെ മോളെ ഇഷ്ടമില്ലെന്ന് പറയാനാണോ അവൻ ബാംഗ്ലൂരിൽ നിന്ന് പൈസയും ചെലവാക്കി സമയമില്ലാത്ത നേരത്തെ ഇങ്ങോട്ട് വന്നത്? എങ്കിലത് അവന് ഫോൺ ചെയ്ത് പറഞ്ഞ പോരായിരുന്നോ? ഞാൻ ഇത്രയങ്ങ് ആശിക്കത്തില്ലായിരുന്നല്ലോ. അത് കൊള്ളാം. അവൻ അവൻ്റെ വീട്ടിലോട്ട് വരണം തോന്നി വന്നു. അത് കണ്ട് നീ അടുപ്പിൽ വെള്ളം വച്ചതിന് അവനെന്ത് ചെയ്യാനാ? അല്ലേലും നിന്റെ ഭർത്താവിന്റെ ഭാവം എന്തായിരുന്നു? അന്ന് അങ്ങേരെ എന്നോട് സംസാരിച്ചപ്പോഴേ കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കണമെന്ന് വിചാരിച്ചതാ. നിന്നെ ഓർത്തത് വേണ്ടാന്ന് വെച്ചതാ. എങ്കിലും ഏട്ടാ, നമ്മൾ അത്രയ്ക്കങ്ങ് ആശിച്ച് ഉറപ്പിച്ചിട്ട് തീയതിയും സമയമൊക്കെ കുറിപ്പിച്ചതല്ലേ. അതിന് നീ എന്തോ ഈ പറയുന്നേ? മണ്ഡപം ബുക്ക് ചെയ്തിട്ട് കല്യാണം ക്യാൻസൽ ചെയ്യാറില്ലേ? എന്തിന്? കല്യാണം കഴിച്ചിട്ട് പിരിയുന്നില്ലേ? ഇത് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. പിന്നെ ആശിച്ചത് നീ ആശിച്ചു കാണും. എനിക്കിപ്പോ പക്ഷേ എൻ്റെ മോനെ പറ്റി ഇത്തിരി അഭിമാനം തോന്നുന്നു. നിന്റെ മോളുടെ കൂടെയുള്ള ജീവിതത്തിന് തല വെച്ച് കൊടുത്തിരുന്നെങ്കിലേ എനിക്ക് അവനോടൊരു പുച്ഛം തോന്നിയാനേ. ഇതിപ്പം മനസ്സിലായി, അവൻ എൻ്റെ മോനാ, അവൻ മിടുക്കനാ. അവനൊരു പെണ്ണിനെ മോഹിച്ചാൽ അത് അവൻ്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണിനെയായിരിക്കും. നിലയും വിലയും നോക്കിയേ അവനൊരു ബന്ധം കണ്ടുപിടിക്കത്തുള്ളൂ. നീ കണ്ടോ? എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് അവന്റെ മനസ്സ് ഇങ്ങനെ അങ്ങ് മാറണമെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ. അതെനിക്കറിയാം. ആരോ പറഞ്ഞ് അവനെ തിരിച്ചിട്ടുണ്ട്. എനിക്കത് ഉറപ്പാ.